ഇന്നോവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ HSA സോഷ്യൽ സയൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നബാർഡ് രൂപീകരണത്തിലേക്ക് നയിച്ച CRAF ICARDയുടെ അധ്യക്ഷൻ ആര്? ആൻസർ ഓപ്ഷൻ ഡി, ബി ശിവരാമൻ. നബാർഡ് നമുക്കറിയാം അല്ലേ. നബാർഡ് സ്ഥാപിതമായിട്ടുള്ളത് 1982 ജൂലൈ 12-നാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നബാർഡ് സ്ഥാപിതമായിട്ടുള്ളത്? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ്. ഈ നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. പിന്നെ ഈ CRAF ICARD എന്ന് പറയുന്ന സാധനം, അത് ഈ ശിവരാമൻ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ്. ശിവരാമൻ കമ്മീഷനാണ്. നബാർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ശിവരാമൻ കമ്മീഷന്. അതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നബാർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ശിവരാമൻ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് CRAF ICARD എന്ന് പറയുന്നത്. ഈ കമ്മീഷന് രൂപീകൃതമായിട്ടുള്ളത് 1979 മാർച്ച് 30-നാണ്. അതിൻ്റെ ചെയർമാനായിട്ട് ബി ശിവരാമനായിരുന്നു നിർദ്ദേശിച്ചത്. നബാർഡ് രൂപീകൃതമായത് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 1981 61ാമത്തെ ആക്ട് പ്രകാരമാണ് ജൂലൈ 12, 1982 നബാർഡ് രൂപീകൃതമായിട്ടുള്ളത്. ഗ്രാമീണ വായ്പകളെ നിയന്ത്രിക്കുന്ന അപ്പെക്സ് ഏജൻസി ആയിട്ടാണ് നബാർഡ് സ്ഥാപിതമായിട്ടുള്ളത്. കാർഷിക വായ്പയെ സംബന്ധിച്ചുള്ള RBIയുടെ എല്ലാ നയങ്ങളും നടപ്പിലാക്കുക നബാർഡിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: UPIയുടെ മുഴുവൻ രൂപം? ആൻസർ ഓപ്ഷൻ ബി, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. അടുത്ത ക്വസ്റ്റ്യൻ: നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം? ആൻസർ ഓപ്ഷൻ എ, റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കൽ. ഒരു രാജ്യത്തിൻ്റെ ധനനയം ആവിഷ്കരിക്കുന്നത് കേന്ദ്ര ബാങ്കാണ്. സാമ്പത്തിക വളർച്ച, വിലസ്ഥിരത, തൊഴിലില്ലായ്മ പരിഹരിക്കൽ തുടങ്ങിയവയാണ് പണനയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പണത്തിൻ്റെ പ്രധാനത്തെ നിയന്ത്രിക്കുന്നതിനായി ധനകാര്യ അതോറിറ്റി എടുക്കുന്ന പ്രവർത്തനത്തെയാണ് പണനയം എന്ന് പറയുന്നത്. പണനയത്തിലൂടെ പണത്തിൻ്റെ നിയന്ത്രണവും അങ്ങനെ വായ്പയുടെ ലഭ്യതയും ചെലവും നിയന്ത്രിക്കപ്പെടുന്നു. ബാങ്ക് റേറ്റ്, പരസ്യവിപണി പ്രവർത്തനങ്ങൾ, കരുതൽ ധനാനുപാതം, നിയമാനുസൃത ദ്രവത്വാനുപാതം തുടങ്ങിയവയാണ് പണനയത്തിൻ്റെ ഉപകരണങ്ങൾ. വാണിജ്യ ബാങ്കുകൾക്ക് ഫണ്ടുകൾ ആവശ്യമുണ്ടാകുമ്പോൾ കേന്ദ്ര ബാങ്കിൽ നിന്ന് ഹ്രസ്വകാല വായ്പകൾ എടുക്കുന്നതിന് വാണിജ്യ ബാങ്കുകൾ കൊടുക്കുന്ന പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ്. കേന്ദ്ര ബാങ്ക് നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ വായ്പാ പലിശ നിരക്ക് കൂടും, അപ്പോൾ വായ്പയുടെ അളവ് കുറയുകയും ചെയ്യും. അതുപോലെ ബാങ്ക് നിരക്ക് കുറയുമ്പോൾ വായ്പാ പലിശ നിരക്ക് കുറയും, അപ്പോൾ വായ്പയുടെ അളവ് വർദ്ധിക്കുകയും ചെയ്യും. ഇങ്ങനെ ബാങ്ക് നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യും? പണത്തിൻ്റെ പ്രധാനം ആര് ക്രമപ്പെടുത്തും? കേന്ദ്ര ബാങ്ക് ക്രമപ്പെടുത്തുന്നു. RBI വാണിജ്യ ബാങ്കുകൾക്ക് വായ്പയായി നൽകുന്ന പണത്തിൻ്റെ പലിശയാണ് റിപ്പോ നിരക്ക്. വാണിജ്യ ബാങ്ക് അവരുടെ കൈവശമുള്ള മിച്ച പണം RBIയിൽ നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്ന പലിശ നിരക്കിനെയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. കരുതൽ ധനാനുപാതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാണിജ്യ ബാങ്കുകൾ അവയുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം RBIയിൽ കരുതൽ ധനമായി സൂക്ഷിക്കുന്ന പണമാണ് CRR, അതായത് കരുതൽ ധനാനുപാതം. അതുപോലെ നിയമാനുസൃത ദ്രവത്വ അനുപാതം എന്ന് പറഞ്ഞാൽ, അതായത് SLR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാണിജ്യ ബാങ്കുകൾ അവയുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും ടൈം ഡെപ്പോസിറ്റിൻ്റെയും ഒരു നിശ്ചിത ശതമാനം ഗവൺമെൻറ് സെക്യൂരിറ്റികൾ, സ്വർണം തുടങ്ങിയ ആസ്തികൾ നിക്ഷേപിക്കുന്നുണ്ട്. ഇതാണ് SLR എന്ന് പറയുന്നത്. പരസ്യവിപണി പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ബാങ്ക് ഗവൺമെൻറ് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഏർപ്പാടിനെയാണ് പരസ്യവിപണി പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി ഇവ എങ്ങനെയാണ് പണപ്പെരുപ്പ സമയത്തും പണച്ചുരുക്ക സമയത്തും പ്രവർത്തിക്കുന്നത് നോക്കാം. ബാങ്ക് റേറ്റും CRRും SLRും പണപ്പെരുപ്പ കാലത്ത് വർദ്ധിപ്പിക്കുകയും അതുപോലെ പണച്ചുരുക്ക സമയത്ത് കുറയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാണ്യപ്പെരുപ്പത്തെ നിയന്ത്രിക്കുന്നു. എന്നാൽ പരസ്യവിപണി പ്രവർത്തനം
പണപ്പെരുപ്പ കാലത്ത് സെക്യൂരിറ്റികൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. പണച്ചുരുക്ക സമയത്ത് സെക്യൂരിറ്റികൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്രകാരമാണ് പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുന്നത്. സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ രാജ്യത്തിനും ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ട്. ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഉയർന്ന അതോറിറ്റിയാണ് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ കേന്ദ്ര ബാങ്ക്. ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി സംവിധാനത്തിൻ്റെ പരമോന്നത സ്ഥാപകമാണ്, അതായത് അപ്പെക്സ് സ്ഥാപനമാണ് സെൻട്രൽ ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. 1935 RBI നിലവിൽ വന്നിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങളിലെയും കേന്ദ്ര ബാങ്കുകൾക്ക് പൊതുവായ ചില ധർമ്മങ്ങളുണ്ട്. അവയാണ് നോട്ടിറക്കൽ, ബാങ്കുകളുടെ ബാങ്ക്, ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്, പണപ്രദാനത്തിൻ്റെ നിയന്ത്രകൻ, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, ആപൽഘട്ടത്തിലെ വായ്പ നൽകുന്നവൻ, ദേശീയ തലത്തിൽ ഇടപാട് തീർക്കുന്നവൻ, റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം നടത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എല്ലാ കേന്ദ്ര ബാങ്കുകളുടെയും പൊതുവായ ധർമ്മങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ വസ്തുക്കളുടെ ഉൽപാദനത്തിന് സഹായകമാകുന്ന കേന്ദ്ര പ്രവണത അളവ്, അതായത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ സി, മോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മേഖലയിൽ ചിലവഴിക്കുന്നത് കൊണ്ട് നഷ്ടമാകുന്ന മറ്റൊരു മേഖലയിൽ ഉണ്ടാകാമായിരുന്ന നേട്ടമാണ്. ആൻസർ ഓപ്ഷൻ എ, അവസര ചെലവ്. അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ സീമാന്ത അവസരാത്മക ചെലവ് വർദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉൽപ്പാദന സാധ്യത വക്രത്തിൻ്റെ രൂപം എന്തായിരിക്കും? അത് കോൺകേവ് ആയിരിക്കും. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺവെക്സ് ആയിരിക്കും. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് മാറ്റമില്ലാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എങ്ങനെ ആയിരിക്കും? ലീനിയർ ആയിരിക്കും. അപ്പോൾ എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഒരു ഉൽപ്പന്നത്തിൻ്റെ ഒരു യൂണിറ്റ് അധികമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ മറ്റേ ഉൽപ്പന്നത്തിൻ്റെ അളവിൽ വന്ന മാറ്റമാണ് സീമാന്ത അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി, 1ഉം 2ഉം. ഭക്ഷ്യധാനവും ഇന്ധനവുമാണ് ഇലാസ്തികത കുറഞ്ഞത്. ഇലാസ്തികത എന്ന ആശയം സാമ്പത്തിക ശാസ്ത്രത്തിൽ ആദ്യമായി ഉപയോഗിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. ഇലാസ്തികത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രതിസ്പന്ദനാത്മകത എന്നതാണ്. ഒരു സാധനത്തിൻ്റെ വിലയിലെ മാറ്റം മൂലം ആ സാധനത്തിൻ്റെ ചോദനത്തിൻ്റെ അളവിലുണ്ടാവുന്ന പ്രതിസ്പന്ദനാത്മകതയെയാണ് ആ ചോദനത്തിൻ്റെ വില ഇലാസ്തികത എന്ന് പറയുന്നത്. ഇനി എങ്ങനെ ഇത് കണക്കാക്കുന്നത്? ചോദനത്തിൻ്റെ അളവിലുള്ള മാറ്റത്തിൻ്റെ ശതമാനത്തെ വിലയിലുള്ള മാറ്റത്തിൻ്റെ ശതമാനം കൊണ്ട് ഹരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വില ഇലാസ്തികത കണ്ടെത്താം. വില ഇലാസ്തികത കാണുന്നതിനുള്ള 3 രീതികളാണ്. ഒന്ന് ശതമാന രീതി, മറ്റൊന്ന് രേഖീയ ചോദന വക്രത്തിലെ വിവിധ ബിന്ദുക്കളിലെ ഇലാസ്തികത നിർണ്ണയിക്കുന്ന രീതി, മറ്റൊന്ന് ചിലവ് രീതി എന്നിങ്ങനെ. ഇനി ഇലാസ്തികതയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. ഒരു സാധനത്തിൻ്റെ പ്രകൃതം ഇലാസ്തികതയെ നിയന്ത്രിക്കും. ഒരു സാധനത്തിന് ഇലാസ്തികത അവശ്യ വസ്തുവാണോ ആഡംബര വസ്തുവാണോ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. അവശ്യ വസ്തുവാണെങ്കിൽ ഇലാസ്തികത കുറഞ്ഞിരിക്കും. ആഡംബര വസ്തുക്കളാണെങ്കിൽ ഉയർന്ന ഇലാസ്തികത ഉണ്ടായിരിക്കും. നമുക്ക് പ്രതിസ്ഥാപന വസ്തുക്കളുടെ ചോദനം ഇലാസ്തിക ചോദനമായിരിക്കും. എന്നാൽ പ്രതിസ്ഥാപന വസ്തുക്കളല്ലാത്തവയുടെ ചോദനം എന്നാൽ ഇലാസ്തികമല്ലാത്ത ചോദനമായിരിക്കും. അതുപോലെ തന്നെ ചില സാധനങ്ങൾക്ക് വേണ്ടി ഉപഭോക്താക്കളുടെ വരുമാനത്തിന് ചെറിയ ഭാഗമാണ് ചെലവഴിക്കാറുള്ളത്. ഉദാഹരണം ഉപ്പ്, തീപ്പെട്ടി മുതലായ ഇത്തരം സാധനങ്ങളുടെ ഇലാസ്തിക ചോദനം കുറവായിരിക്കും. അതുപോലെ ഉയർന്ന വരുമാനമുള്ള സമ്പന്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുപയോഗിക്കുന്ന മിക്ക വസ്തുക്കളുടെയും ഇലാസ്തികത കുറവായിരിക്കും. എന്നാൽ ദരിദ്രർ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഇലാസ്തികത എന്തായിരിക്കും? ഉയർന്നതായിരിക്കും. അതുപോലെ വില കുറഞ്ഞ സാധനങ്ങളുടെ ഇലാസ്തികത കുറവായിരിക്കും. വില കൂടിയ സാധനങ്ങളുടെ ഇലാസ്തികത കൂടുതലായിരിക്കും. അതുപോലെ ഹ്രസ്വകാലത്തേക്കാളും ദീർഘകാലത്തേക്കാണ് ഇലാസ്തികത കൂടുതൽ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാനവിക മൂലധന സിദ്ധാന്തവുമായി ബന്ധമുള്ള ചിന്തകൻ.
ആൻസർ ഓപ്ഷൻ ഡി ഗാരി ബക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ വ്യവഹാരത്തിൻ്റെ ഓർഡിനൽ സമീപനവുമായി ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ഉപഭോക്താവിൻ്റെ സംതൃപ്തിയെ ഗുണകരമായി കണക്കാക്കുന്നു. കാർഡിനൽ യൂട്ടിലിറ്റി സമീപനം മുന്നോട്ട് വച്ചത് ആൽഫ്രഡ് മാർഷലാണ്. ഓർഡിനൽ യൂട്ടിലിറ്റി സമീപനം മുന്നോട്ട് വെച്ചത് JR ഹിക്സ് ആണ്. റിവീൽഡ് പ്രിഫറൻസ് സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് പോൾ A. സാമുവൽസൺ ആണ്. ഓർഡിനൽ യൂട്ടിലിറ്റി സമീപന പ്രകാരം ഉപഭോക്താവ് പരമാവധി സംതൃപ്തി നേടുന്നത് എങ്ങനെയാണെന്നാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർഡിനൽ യൂട്ടിലിറ്റി സമീപനത്തെ നിസ്സംഗതാ വക്ര സമീപനം എന്നും അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന സാമ്പത്തിക വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖല കൃഷിയും ജലസേചനവുമാണ്. അതുകൊണ്ട് തന്നെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കുടുംബാസൂത്രണ പദ്ധതിക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. കുടുംബാസൂത്രണ പദ്ധതി നടപ്പിലാക്കിയത് 1952 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും KN രാജ് തന്നെയാണ്. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ച പഞ്ചവത്സര പദ്ധതിയും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികളാണ് ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആരംഭിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്നാൽ UGC ആക്ട് പാസ്സാക്കിയത് 1956 മെഹൽനോബീസ് മാതൃക എന്നറിയപ്പെടുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വ്യവസായ പുരോഗതിയായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടന്റെ സഹായത്തോടെ, ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായത്തോടെ, റുർക്കേല ഒഡീഷ ജർമ്മൻ സഹായത്തോടെ. വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 1969 ഇന്ദിരാഗാന്ധി ഗരീബി ഹട്ടാവോ എന്ന ആഹ്വാനം ചെയ്ത പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി 1975 20 പരിപാടികൾ നടപ്പിലാക്കി. കാലാവധി പൂർത്തിയാകാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നതും ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ്. കുടുംബശ്രീ ആരംഭിച്ചത് 1998 ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകരണ ആസൂത്രണവും ഉപലക്ഷ്യമായിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. കേരള വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് പത്താം പഞ്ചവത്സര പദ്ധതി. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളർച്ച മുഖ്യ ലക്ഷ്യമായ പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. സുസ്ഥിര വികസനം പ്രധാന ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 12ാം പഞ്ചവത്സര പദ്ധതി.